മൂന്ന് ടീമുകളുടെ പെർഫോമൻസും കഴിഞ്ഞു. അതിൽ വിജയമായിട്ട് ടണൽ ടീം വന്നു. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു ടീം കൂടെ ഉണ്ട്. അത് നമ്മുടെ ഡെൻ ടീമാണ്. ഡെൻ ടീമിനെ നമുക്കറിയാം, നേരത്തെ പവർ ടീം അവിടെ ഇട്ട് പൂട്ടിയിട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ആ ടൈം ഇല്ലാതിരുന്നിട്ടും കൂടെ അവർ നല്ല തകർത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ട രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് അപ്സരയും മറ്റത് അർജുനാണ്. അവർ ജാൻമണി ജിൻഡോ കോംബോ ആണ് പിടിച്ചിട്ടുള്ളത്. പിന്നുള്ളത് ഗബ്രിയാണ്. ഗബ്രി നോറയായിട്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗബ്രി ചെയ്തു. പിന്നെ നമ്മുടെ റസ്മിൻ ജാസ്മിൻ ആയിട്ടാണ്, അതും വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ എടുത്തു പറയേണ്ട പെർഫോമൻസ് അർജുൻ്റെയും അതേപോലെ അപ്സരയുടെയും തന്നെയാണ്. ശരിക്കും ജാൻമണിയായിട്ട് അവിടെ ജീവിക്കുകയായിരുന്നു അർജുൻ ചെയ്തത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ബോഡി ലാംഗ്വേജും ആ ഒരു വോയിസ് മോഡുലേഷനും എല്ലാം കറക്റ്റായിട്ട് ജാൻമണിയെ കറക്റ്റായിട്ട് അനുകരിക്കുന്ന ഒരു അർജുനാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ അപ്സര ജിൻഡോ ആയിട്ട് വന്നതും നല്ല സൂപ്പറായിരുന്നു. മസിലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഒരു അടിപൊളി ലുക്കിലാണ് അപ്സര വന്നത്. ജിൻഡോയുടെ ആ സൂര്യ നമസ്കാരം വരെ കോപ്പി എടുത്തുകൊണ്ട് അവർ വന്ന് ചെയ്ത പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ടണൽ ടീമിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന പെർഫോമൻസ് തന്നെയായിരുന്നു നമ്മുടെ ഡെൻ ടീമിൻ്റെ.